പിന്നെ നമ്മൾ മുദ്ദിന്റെ വിഷയമൊക്കെ പറഞ്ഞല്ലോ. മുദ്ദ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യ ദിവസം ഓർമ്മപ്പെടുത്തിയിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. എങ്കിലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മുദ്ദ് കൊടുക്കുന്ന സമയത്ത് മുദ്ദ് മുറിയാൻ പാടില്ല. ആ മസ്അല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മുദ്ദ് കൊടുക്കൽ അത് വീടുകയില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് 30 നോമ്പ് നഷ്ടപ്പെട്ടു. 30 നോമ്പ് നഷ്ടപ്പെട്ടാൽ ആ നോമ്പ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ 30 മുദ്ദ് അദ്ദേഹം കൊടുക്കണം. അങ്ങനെ അദ്ദേഹം 30 മുദ്ദ് കൊടുക്കുമ്പോ 30ഉം ഒരാൾക്ക് തന്നെ കൊടുത്തു. അതിന് യാതൊരു വിരോധവുമില്ല. 30 മുദ്ദും ഒരാൾക്ക് തന്നെ കൊടുത്തു. അതിന് യാതൊരു വിരോധവുമില്ല. എന്നാൽ 30 മുദ്ദുള്ളത് അത് 4 പേർക്ക് കൊടുക്കാമെന്ന് കരുതി. 4 അയൽവാസികളുണ്ട്, 4 ആൾക്ക് കൊടുക്കട്ടെ എന്ന് കരുതി. അങ്ങനെ 4 പേർക്ക് കൊടുത്തു. പക്ഷേ ഈ 4 പേർക്കും തുല്യമായി വീതിച്ചങ്ങോട്ട് കൊടുത്തതാ. തുല്യമായി വീതിക്കും എങ്ങനെ ഉണ്ടാവും? 30ന് 4 ഓഹരി ചെയ്താൽ 7.5 7.5 7.5 7.5 എന്നിങ്ങനെ 4 ഓഹരി ചെയ്തു. 4 ആൾക്കും കൊടുത്തു. നമ്മൾ 30 മുദ്ദൊക്കെ അളന്ന് വെച്ചതായിരുന്നു. പക്ഷേ കൊടുത്തത് 30 ആണ്, വീടിയത് 28 വീടുകയുള്ളൂ. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം അവിടെ അതേ വീടുകയുള്ളൂ എന്ന് പറയാൻ കാരണം ഇവിടെ അര പരിഗണിക്കുകയില്ല. മുദ്ദ് മുറിയരുത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ മുദ്ദ് മുറിയുന്നു 7 എന്ന് പറയുമ്പോ അവിടെ 7 പരിഗണിക്കും, അര തള്ളിപ്പോവും. ഇപ്പുറത്തും അതുകൊണ്ട് തന്നെ 7 എന്ന് പറയുമ്പോൾ 7 പരിഗണിക്കും, അര പോവും. അപ്പൊ നോക്കുമ്പോ 4 7 28. നമ്മൾ 30 അളന്ന് വെച്ചിട്ടുണ്ട്, വീടിയത് എത്രയുള്ളൂ? 28 ഉള്ളൂ. പിന്നെ 2 കൂടിയും കൊടുക്കേണ്ടി വരും. അത് മുറിയാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മളൊക്കെ കുറെ അമല് ചെയ്തിട്ട് അതൊരു ഫലത്തിലായിട്ടില്ലെങ്കിൽ നമ്മളുടെ കാശും പോവും, അരിയും പോവും, പക്ഷെ അത് വീടുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായി പോകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. 7 കൊടുക്കുന്നിടത്ത് ഒരാൾക്ക് 7 കൊടുക്കുക, ഒരാൾക്ക് 8 കൊടുക്കുക, ഒരാൾക്ക് 7 കൊടുക്കുക, ഒരാൾക്ക് 8 കൊടുക്കുക, യാതൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ 3 ഓഹരി ചെയ്ത് 10ഉം 10ഉം 10ഉം, അതിനും യാതൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ 2 ഓഹരി ചെയ്ത് 15ഉം 15ഉം കൊടുത്തോളൂ, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഒരാൾക്ക് കൊടുത്തോളൂ, അതിനൊന്നും യാതൊരു വിരോധവും ഇല്ല. അപ്പൊ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.